നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായി ഇന്നും ഫിർഔനിന്റെ ജഡം അവശേഷിക്കുകയാണ്. ഈജിപ്ത് മ്യൂസിയത്തിൽ സഞ്ചാരികൾ അത് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. സൂറത്തുൽ യൂസുഫിലെ ഒരു വചനത്തിൽ അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നു, അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്നത്തെ ദിവസം നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. നാം എന്തിനു വേണ്ടിയാണ് അങ്ങനെ രക്ഷപ്പെടുത്തുന്നത്? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് പുറകെ വരുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമായി കൊണ്ടാണ്. പുറകെ വരുന്ന ഒരു സമൂഹത്തിന് ആയത്തായി നിന്റെ ബോഡിയെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് ഖുർആനിൽ പറഞ്ഞത്, അത് ഇന്ന് നമ്മൾ ലോകത്ത് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ബോഡിയിൽ ഇന്നും ശരീരഭാഗങ്ങൾക്ക് ഒരു കേടുപാട് പറ്റിയിട്ടില്ല. ഈ അടുത്ത സമയത്ത് പുറത്തുവിട്ട ഒരു വീഡിയോ, അവന്റെ ശരീരത്തിൽ ശിരസിൽ കണ്ട അത്ഭുതം, അവന്റെ തലയിലെ രോമങ്ങൾ വരെ പൊഴിഞ്ഞു പോയിട്ടില്ല. അത് അവിടെ സുദൃഢമായി കാണാൻ കഴിയുന്നു, തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അയാളുടെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കും. എന്നാൽ അവന്റെ ശരീരം ചത്തിട്ട് നൂറ്റാണ്ടുകളായി അത് ഇന്നും ശേഷിപ്പിക്കുകയാണ്, അതിനൊരു കേടുപാടും കൂടാതെ. കാരണം എന്താണ്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിച്ചവനാണ് ധിക്കാരിയായ അഹങ്കാരിയായ ഫറോവ. ആ അഹങ്കാരിയെ ലോകത്തിന് പാഠമായി തീരണം. അതുകൊണ്ടാണ് അള്ളാഹു അവശേഷിപ്പിക്കുന്നത്. ലോകം ഇത് കാണണം, സത്യം മനസ്സിലാക്കണം, ദൃഷ്ടാന്തം ഉൾക്കൊള്ളണം. പക്ഷേ പലരും അതിനെ പ്രകൃതിയുടെ പ്രതിഭാസമായി തള്ളിക്കളയുന്നു. ഇത് പ്രകൃതിയുടെ പ്രതിഭാസമല്ല, വികൃതിയല്ല, മറിച്ച് ജഗന്യന്താവായ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്, തഖ്ദീറാണ്. അല്ലാഹു തആല അവനിൽ വിശ്വാസമർപ്പിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു